AKG സെൻറ്ററിൻ്റെ സ്ഥലവും നെല്ലും പതിരും എന്താണ്? സേവ് ക്യാമ്പയിൻ, യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറയാം, ഒരു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി, അതൊരു സമിതിയാണ്. പഴയ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ലെവലിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിട്ടുള്ള ശശികുമാറും പിന്നെ SUCIയുടെ ഷാജർ ഖാൻ, അങ്ങനെ കുറച്ച് പേര് എല്ലാം കൂടി ഉള്ള ഒരു കമ്മിറ്റിയാണ്. അത് ഒത്തിരി പേരുണ്ട്, അക്കാഡമിഷ്യന്മാരും എല്ലാം ഉള്ള ഒരു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ്. അവർ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജോർജ് പൂന്തോട്ടം, അഡ്വക്കേറ്റ് നിഷ ജോർജ്, അഡ്വക്കേറ്റ് കാവ്യ വർമ്മ, 3 പേരാണ് ഈ സേവ് ക്യാമ്പയിന് വേണ്ടി ഹാജരായിരിക്കുന്നത്. വിഷയം വളരെ സിമ്പിളാണ്. യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം 1977 AKG സെൻറ്ററിന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് കൊടുത്തു. പഠന ഗവേഷണ കേന്ദ്രത്തിന് സർക്കാരിന് ഭൂമി കൊടുക്കാൻ പറ്റും, അല്ലാതെ പാർട്ടി ഓഫീസിന് കൊടുക്കാൻ വകുപ്പില്ല. അങ്ങനെ പഠന ഗവേഷണ കേന്ദ്രത്തിന് കൊടുത്തു. AKG സെൻറ്റർ തുടങ്ങുകയും ചെയ്തു. 40 സെൻറ്റാണ് കഥ. പക്ഷേ പിന്നീട് അഡീഷണലായിട്ടൊരു ഗിഫ്റ്റായിട്ടൊരു 15 സെൻറ്റും കൂടെ കൊടുത്തു. ഇപ്പോൾ 55 സെൻറ്റ് സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഈ 55 സെൻറ്റ് സ്ഥലത്തിന് രേഖയില്ല എന്നുള്ളതാണ്. തണ്ടപ്പേര്, അതുപോലെ തന്നെ തണ്ടപ്പേര് പിടിക്കണം, കരമടയ്ക്കണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട് ഈ വസ്തു നമ്മളതാവണമെങ്കിൽ. ഇതൊന്നും ഇല്ല എന്നാണ് ഈ ശശികുമാറിനും സംഘത്തിനും വിവരാവകാശ രേഖ വഴി, റവന്യൂ വകുപ്പിലെ വിവരാവകാശ രേഖ വഴി കിട്ടിയിരിക്കുന്നത്. നാളിതുവരെ ഈ ഭൂമിക്ക് വസ്തു പതിച്ച് നൽകുകയോ തണ്ടപ്പേര് എടുക്കുക, അവരുടെ പേരിൽ തണ്ടപ്പേരെടുക്കുകയോ കരം കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. ഇത് പഠന ഗവേഷണത്തിന് വേണ്ടി കൊടുത്ത സ്ഥാപനത്തിൽ AKG ഹാളും എല്ലാം പണിത്, സെൻറ്റർ അവിടെ ഒരു ഹാളും എല്ലാം പണിത് അത് വാടകയ്ക്കും കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് കൂടി ഉപയോഗിക്കുന്നു. പഠന ഗവേഷണ കേന്ദ്രമില്ല, അതിനു പറ്റിയ ലൈബ്രറി ഇല്ല, അവിടെ റിസർച്ച് ഒന്നും നടക്കുന്നില്ല, പഠനവുമില്ല, ഗവേഷണവുമില്ല കാലാകാലങ്ങളിൽ. അതേസമയം അവർ അവകാശപ്പെടുന്നത്, CPM പറയുന്നത്, ഞങ്ങൾ 3 വർഷത്തിലൊരിക്കൽ പഠന കോൺഗ്രസ് നടത്തും, അത് അവിടെ വച്ചും കൂടെയാണ് നടക്കുന്നത്. അത് പക്ഷേ ഒരു സ്ഥലം എന്നുള്ള അത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ വളരെ കൃത്യമായി ചീഫ് സെക്രട്ടറിക്കും കളക്ടർക്കും എല്ലാവർക്കും ബന്ധപ്പെട്ടവർക്ക് രേഖകൾ പരിശോധിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ സമർപ്പിക്കണം എന്നുള്ള ഒരു കഥയിൽ നിൽക്കുന്നു. അതോടൊപ്പം MB ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദനോട് ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണം എന്നും സർവകലാശാല കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ ഈ CPM സെക്രട്ടറിയോട് ഈ പറഞ്ഞ രേഖകൾ, ഹർജിക്കാരൻ്റെ ഭൂമി പതിച്ചു നൽകാൻ നൽകിയ രേഖകളില്ല എന്ന് ഹർജിക്കാരൻ്റെ, അതായത് ശശികുമാറിൻ്റെ അഭിഭാഷകർ ജോർജ് പൂന്തോട്ടവും സംഘവും ഒക്കെ കോടതി പറഞ്ഞപ്പോൾ രേഖയുണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ AKG നമ്മുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അനുമതിയില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഒന്നുകിൽ കോടതി ഇത് ക്യാൻസൽ ചെയ്താൽ ഒന്നുകൂടെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഒന്നുകൂടെ കൊടുക്കാനുള്ള പ്രശ്നമെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് ഇപ്പോൾ മോഹൻ കുന്നുമേലും സംഘമാണ്. ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ശത്രുതയിലാണ്. ഗവർണർക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഗവർണറും കൂടി ഫയൽ ഒപ്പുവയ്ക്കണം. അപ്പോൾ ഒന്നുകൂടി കൊടുക്കൽ പ്രായോഗികമാണോ അതോ കൊടുത്തത് തിരിച്ചെടുക്കുമോ? വളരെ സങ്കീർണമായ നിയമപ്രശ്നമായിരിക്കും അത്. ഇനി ഇത്രയും വർഷമായതുകൊണ്ട് 77 കൊടുത്തതാണ്, 2027 ആകാൻ പോകുന്നു. അപ്പോൾ 50-50 വർഷമായതുകൊണ്ട് അത്
ഈ കുടികിടപ്പ് അവകാശം പോലെയൊക്കെ അതിൻ്റെ നിയമത്തിലൊക്കെ വന്നുകൊണ്ട് അത് അവർക്ക് തന്നെ കിട്ടുമോ എന്നുള്ളതും പാർട്ടി ഓഫീസൊക്കെ ആയതുകൊണ്ട് അവർക്ക് തന്നെ കൊടുത്തേക്കാൻ കോടതി ഇനി ഉത്തരവിടുമോ എന്നറിയില്ല. ഇനി ഹൈക്കോടതി ഇതിന് തിരിച്ചെടുക്കണമെന്നെങ്ങാനും പറഞ്ഞാൽ സുപ്രീം കോടതി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ രസകരമായ ഒരു കഥയാണ് നടക്കുന്നത്. AKG സെൻറ്ററിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കുന്നു. ഈ വസ്തു കൊടുക്കുന്നതിൽ AK ആൻ്റണിക്കും വലിയ പങ്കുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നോട്ടീസ് കൊടുത്തു. മധ്യവേനൽ അവധി കഴിഞ്ഞാലുടൻ, അതായത് ഏപ്രിൽ കഴിഞ്ഞാൽ കോടതി തുറക്കുമ്പോൾ തന്നെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കും. ഭൂമി കൈമാറിയത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കേരള സർവകലാശാല ആക്ട് അനുസരിച്ചും അത് തെറ്റാണെന്ന്, നിയമങ്ങൾ ലംഘിച്ചതായും പൊതുസ്വത്ത് സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതിനൊക്കെ ബാധകമാണെന്നും ഭൂമി അനധികൃതമായിട്ടാണ് അവകാശപ്പെടുത്തിയിരിക്കുന്നതെന്നും സെൻറ്ററിൽ നിന്നും അത് ഒഴിപ്പിച്ച് യൂണിവേഴ്സിറ്റി തിരിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കുള്ളത് തിരിച്ചു കൊടുക്കണമെന്നാണ് ഇതൊരു പൊതു താൽപ്പര്യ ഹർജി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ രസകരമായ ഒരു സംവിധാനമാണിപ്പോൾ നടന്നു വരുന്നത്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ തീരില്ല, കുറച്ച് ടൈറ്റാകാൻ സാധ്യതയുണ്ട്. AKG സെൻറ്ററിൻ്റെ സ്ഥലം യൂണിവേഴ്സിറ്റിക്ക് തിരിച്ച് കിട്ടുമോ, ഇനി തിരിച്ചു കിട്ടാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടക്കുമോ, ഹൈക്കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് സുപ്രീം കോടതിയിൽ പോകുമോ, എന്തായിരിക്കും ഫൈനൽ വിധി, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയൊരു ഊരാക്കുടുക്കിലാണ് ചെന്നുപെട്ടത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, എത്രയോ തവണ SFIയുടെയും CPMൻ്റെയും ഒക്കെ സിൻഡിക്കേറ്റും സെനറ്റുമൊക്കെ ഉണ്ടായിട്ട് ഇടതുപക്ഷം നിരവധി തവണ 77 ശേഷം എത്രയോ തവണ ഇവിടെ ഭരിച്ചിട്ടും ആ പേപ്പറുകൾ ലീഗലൈസ് ചെയ്തെടുക്കാത്തത് എന്ത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 10 വർഷം തുടർച്ചയായി പിണറായി ഭരിച്ചു, എന്നിട്ടും അത് ലീഗലൈസ് ചെയ്തെടുക്കാത്തത് എന്തെന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ. AKG സെൻറ്ററിൻ്റെ ഭൂമി, ഇപ്പോൾ കൈവശമിരിക്കുന്ന ഭൂമി കേരള യൂണിവേഴ്സിറ്റി തിരിച്ചെടുക്കുമോ, അതോ കേരള യൂണിവേഴ്സിറ്റിക്ക് വില കൊടുത്താൽ മതി എന്നെങ്ങാനും കോടതി വിധിയിടുമോ? ഇത്ര വില നിങ്ങൾ എന്തായാലും ഇത്രയും വർഷം കൈവശം വച്ചിരിക്കുന്നു, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കി ഇത്ര രൂപ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടച്ചേക്കുക എന്നെങ്ങാനും വിധിയിടുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് AKG സെൻറ്ററിനെതിരെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് ഹൈക്കോടതി വിധി വന്നാൽ ഒരുപക്ഷെ അവിടെ നിന്ന് ചിലപ്പോൾ ആ വിധി എതിരായാൽ, അനുകൂലമല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ CPM പോകാൻ സാധ്യതയുണ്ട്. തിരിച്ചായാലും ശശികുമാറിനും സംഘത്തിനും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയാൽ സുപ്രീം കോടതിയിൽ പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നീണ്ട നിയമയുദ്ധത്തിലേക്ക് AKG സെൻറ്റർ വന്നു കഴിഞ്ഞു.